നമസ്തേ ദോസ്തോ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ധാരാളം നമസ്തേ ദോസ്തോ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ധാരാളം എന്ന വാക്ക് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക എന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം എന്നത് എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും പറയും, എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ തീവ്രത കാണിക്കാനും പറയും. ഒരു ഉദാഹരണത്തിന് ധാരാളം കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കത് എണ്ണാൻ കഴിയും. എന്നാൽ ഒരുപാട് സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സ്നേഹം എണ്ണാൻ കഴിയില്ലല്ലോ. സോ ഒരുപാട് അല്ലെങ്കിൽ ധാരാളം എന്നത് ഒരു തീവ്രതയുടെ മേലിലാണ് അറിയിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ബഹുത് എന്ന പദമാണ്. ബഹുത്. എന്നാൽ ബഹുത്ത് എന്ന പദം തീവ്രതയ്ക്ക് വേണ്ടി മാത്രമല്ല, എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ എണ്ണാൻ പറ്റാത്ത അത്രയും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും പറയാറുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് മേരെ പാസ് ബഹുത് പൈസ ഹേ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ അടുക്കൽ ഒരുപാട് പൈസയുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാനൊക്കെ പറ്റും, പക്ഷേ അതിൻ്റെ ആ ഒരു തീവ്രത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബഹുത്ത് എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ എണ്ണാൻ പറ്റുന്ന സാധനങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് കൈ. കൈ എന്ന വാക്ക്. ഒരു ഉദാഹരണത്തിന് യഹാം കൈ ബച്ചേ ഹേ, ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവിടെ കൈ എന്നാണ് യൂസ് ചെയ്യേണ്ടത്.